നമ്മുടെയൊക്കെ കുട്ടിക്കാലം മനോഹരമാക്കിയ ചാനലാണ് കാർട്ടൂൺ നെറ്റ്വർക്ക് അഥവാ CN. കുട്ടിക്കാലത്തെ പറ്റി പറയുമ്പോൾ CN പോഗോ ചാനലുകളെ പറ്റി പറയാതിരിക്കാനേ പറ്റില്ല. പോഗോ ചാനലില് റോബ് ഹോസ്റ്റ് ചെയ്തിരുന്ന മാഡ്, മിസ്റ്റർ ബീൻ ലൈവ് സീരീസ്, മിസ്റ്റർ ബീൻ ആനിമേറ്റഡ് സീരീസ്, വൈകിട്ടും രാവിലെയും ഇടയ്ക്കിടയ്ക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന ടക്കാഷി കാസിൽ. ഈ ടക്കാഷി കാസിലിന്റെ ഹിന്ദി ഡബ്ബൊക്കെ എന്താണ് അവർ കമന്ററി പറയുന്നത് എന്ന് പോലും അറിയാതെ ഇളിച്ചിരുന്ന് കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഈ പ്രോഗ്രാമുകളെ പറ്റിയൊന്നുമല്ല, ദിവനെ പറ്റിയാണ്. എനിക്കറിയാം, ഈ കോപ്പ് കണ്ടപ്പോ തന്നെ നിങ്ങളിൽ പലരുടെയും മുഖം മാറിക്കാണും. പലരും ഈ വീഡിയോ നിർത്തി പോവാനും സാധ്യതയുണ്ട്. ഇതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അന്നൊക്കെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും കിട്ടാനുണ്ടായിരുന്നില്ല. ആകെ ഒന്ന് എൻജോയ് ചെയ്യാനുള്ളത് പാടത്തെ ക്രിക്കറ്റ് കളിയും പിന്നെ കുറച്ച് കാർട്ടൂൺ ചാനലുകളുമാണ്. ചില സമയത്ത് കളിക്കാൻ പോകാനും പറ്റില്ല. അത്തരം അവസരങ്ങളിലാണ് കൂടുതലും കാർട്ടൂൺ ചാനലുകളുടെ മുമ്പിൽ കുത്തിയിരിക്കാറുള്ളത്. എല്ലാ ഞായറാഴ്ചയും 10 മണിക്ക് തന്നെ ബെൻടൺ ടെലികാസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. ബെൻടനെ പറ്റി പറയാനാണെങ്കിൽ അതൊരു കിടിലൻ കാർട്ടൂൺ ആയിരുന്നു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. പക്ഷെ TV കാണണമെങ്കിൽ എല്ലാ വിഷയങ്ങളും കാണാതെ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. വീട്ടുകാർ ചോദ്യം ചോദിച്ച് അതിന്റെ ആൻസർ കറക്റ്റായി പറഞ്ഞു കേൾപ്പിക്കണം. അപ്പൊ 1 മണിക്കൂർ കാർട്ടൂൺ കാണാനുള്ള പെർമിഷൻ കിട്ടും. ഇതിന്റെ ഇടയിൽ ചെയ്യാനുള്ള ഹോംവർക്കുകളും കംപ്ലീറ്റ് ആക്കണം. എല്ലാം കഴിഞ്ഞ് 10 മണിക്ക് TV വെച്ചാ അപ്പ കേറി വരും ഒരു എപ്പിസോഡ് പോയിട്ട് 5 മിനിറ്റ് കൂടി ഈ ഗലി ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ ചാനലുകളിൽ ഒരു പരിപാടി ഇല്ലെങ്കിൽ പോലും ഈ സാധനം ഞാൻ വെക്കാറില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതന്നെ ചെയ്യാം. അങ്ങനെ ഞാൻ ബെൻടൺ കാണാൻ മാറ്റിവെച്ച ആ 1 മണിക്കൂർ ഈ ബൊമ്മകളെല്ലാം കൂടി നശിപ്പിച്ചു. പ്രശ്നം എന്താന്ന് വെച്ചാ എനിക്ക് TV കാണാൻ അനുവദിച്ചു കിട്ടിയ 1 മണിക്കൂറിൽ ഞാൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നതാണ്. ചാനൽ മാറ്റി സമയം പോകും, അല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല. പിന്നെ കുറച്ചു നേരം കൂടി TV കണ്ടോട്ടെ എന്ന് ചോദിക്കാനും പറ്റില്ല. ഇതെന്റെ കാര്യം മാത്രമല്ല, അന്നത്തെ ഭൂരിഭാഗം കുട്ടികൾക്കും ഈ സാധനം എന്താണെന്നോ ഇതെന്തിനാണെന്നോ ഒന്നും അറിയില്ല. പരീക്ഷയിൽ തോറ്റാ പോലും എനിക്ക് ഇത്രയും സങ്കടം വന്നിട്ടില്ല. പക്ഷെ TVയിൽ ഇതിന്റെ ഒരു സീൻ കണ്ടാൽ അന്നത്തെ ദിവസം പോയ പോലെയാണ്. അതെന്താ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ, വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കോമഡി എന്താന്ന് വെച്ചാ, കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഈ ഗലി കണ്ടിട്ട് എന്നാ ശരി ചാനൽ മാറ്റിയിട്ട് പോക വെക്കാന്ന് വെച്ചാ അതിലും ഇതേ സാധനം. ഈ 2 ചാനലിലും ഈ സാധനം ഏകദേശം ഒരേ സമയത്താണ് അന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഗലി ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം കൊച്ചു TVയിലേക്കും എത്തി. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ കൊച്ചു TVയിൽ തുടങ്ങാൻ പോകുക. ആരോട് വെച്ചിട്ട് എനിക്ക് സമ്മതമല്ല. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ കൊച്ചു TVയിൽ തുടങ്ങാൻ പോകുക. ഇതിന്റെ ഒരു ബിറ്റ് നെറ്റിലോ മൊബൈലിലോ വന്നാൽ ഗലി സിം ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. ദൂരദർശനിലും ഇത് കണ്ടവരുണ്ട് ഇത്ര. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ച് ഇത് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി TVയുടെ മുന്നിൽ കുത്തിയിരുന്നു. ഇനിയിപ്പൊ തെറ്റ് എന്റെ ഭാഗത്താണെങ്കിലോ? എന്നാൽ അങ്ങനെ അല്ലായിരുന്നു. എന്താ അതില് കാണിക്കണ്, എന്താ അവര് പറയണ്, ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഈ 2 ബർഗറിന്റെ മേലെ കടുക് വെച്ച പോലെ ഒരു ബൊമ്മ, പിന്നെ കൊരങ്ങനാണോ സിംഹാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത കുറച്ച് ബൊമ്മകളും ഇതിൽ വരുന്നുണ്ട്. വൈകുന്നേരത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും, പിന്നെ അത് ശീലായിക്കോളും. ഇതൊരു ബോധവൽക്കരണ പരിപാടിയാണെന്ന് ആരൊക്കെയോ എന്റെ അടുത്ത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കിയവർക്ക് അത് അറിയൂ എന്ന കാര്യത്തിലാണ് എനിക്ക് സംശയം. രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാ, ഈ ഗലിയുടെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നവരെല്ലാം അവരുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാൻ മറക്കാറില്ല. ഒരു ഓക്സിജൻ മാസ്ക് വെട്ടിയിടണം. ഈ ഗലി കണ്ട എന്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നാലും ഞാൻ മാത്രമാണോ ഈ കാർട്ടൂണിനെ പറ്റി കുറ്റം പറയുന്നതെന്ന് എനിക്കൊരു കുറ്റബോധം തോന്നാൻ തുടങ്ങി. പിന്നെയാണ് അതിന്റെ പിന്നിലെ ഒരു സത്യം എനിക്ക് മനസ്സിലാവുന്നത്. എന്നെ പോലെ ചിന്തിക്കുന്ന 1000 പേര് പുറത്തുണ്ടെന്നേ. ഈ
ഈ ബൊമ്മടൊക്കെ ഉള്ളിൽ ആരാണെങ്കിലും അവർ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പുറത്തിറങ്ങി അടി ഉറപ്പാ. തല്ലണം, കാരണം നോക്കി തല്ലണം. അന്ന് ഈ സാധനം കാരണം എനിക്ക് മിസ്സായ ബെൻട്ടന്റെ എപ്പിസോഡുകളൊക്കെ ഈ ബൊമ്മയ്ക്ക് ഇനി തിരിച്ചു തരാൻ പറ്റൂ? ഈ ഗലി ഗലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി ഈ പ്രോഗ്രാം ഫുള്ളായിട്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പ്രോഗ്രാമിൽ ഇഷ്ടമായതെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ. അവന്റെ ഒരു ഗലി ഗലി.